ഹലോ, ഞാൻ ആതിര. എല്ലാവർക്കും ലൈഫ് ആൻഡ് മേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ വാട്ടർമെലൺ പെല്ലോണിയ അഥവാ പെല്ലോണിയ റെപ്പൻസ് എന്ന് പറയുന്ന പ്ലാന്റിൻ്റെ കെയറും പ്രൊപ്പഗേഷനുമാണ്. അപ്പോൾ നമ്മുടെ പ്ലാന്റ് ഇതാണ് കേട്ടോ. ഇതാണ് നമ്മുടെ വാട്ടർമെലൺ പെല്ലോണിയ എന്ന് പറയുന്ന നമ്മുടെ പ്ലാന്റ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയായിരിക്കും എന്തുകൊണ്ടായിരിക്കും വാട്ടർമെലൺ പെല്ലോണിയ എന്നൊരു പേര് കിട്ടിയെന്നല്ലേ. ആ പേര് പോലെ തന്നെ നമ്മുടെ തണ്ണിമത്തൻ്റെ തൊലി കാണില്ലേ, ഡാർക്ക് ഗ്രീനും അകത്ത് ലൈറ്റ് ഗ്രീനും, ആ ഒരു ഷെയ്ഡാണ് നമ്മുടെ ഇതിൻ്റെ ലീവ്സിന് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു ഹാങ്ങിങ് ആയിട്ട് വളർത്താൻ പറ്റിയൊരു പ്ലാന്റാണ്. ഹാങ്ങിങ് ആയിട്ട് മാത്രമല്ല, നമ്മൾ നിലത്ത് തറയിലും നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ നമ്മൾ ടർട്ടിൽ വൈനൊക്കെ പരിചയപ്പെട്ടില്ലായിരുന്നു, നല്ല ഫാസ്റ്റ് ഗ്രോ ചെയ്യുന്നൊരു പ്ലാന്റാണ് ടർട്ടിൽ വൈൻ. അപ്പോൾ അതുപോലെ തന്നെ ഫാസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ളൊരു നല്ലൊരു വെറൈറ്റി ഹാങ്ങിങ് പ്ലാന്റാണ് നമ്മുടെ വാട്ടർമെലൺ പെല്ലോണിയ. അപ്പോൾ ഇത് നമ്മുടെ ഔട്ട്ഡോർ ആയിട്ട് വളർത്താൻ പറ്റിയൊരു പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ സൺലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് സൂര്യപ്രകാശം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റാണ് നമ്മുടെ ഈ പ്ലാന്റിന് ആവശ്യമായിട്ടുള്ളത്. കാരണം വെച്ചാൽ ഇത് ചെറുതായിട്ട് ഫ്ലവർ ചെയ്യുന്നൊരു പ്ലാന്റാണ്. ഫ്ലവേഴ്സ് വരുന്ന പൂക്കൾ പിടിക്കുന്ന ഒരു സൈസ് പ്ലാന്റാണ്. അപ്പോൾ കുഞ്ഞ് വെള്ള പൂവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള സൂര്യപ്രകാശം ആവശ്യമാണ്. പിന്നെ ഇതിൻ്റെ ഡയറക്റ്റായിട്ട് ഒരുപാട് തീവ്രമായിട്ടുള്ള ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ലീവ്സൊക്കെ കരിഞ്ഞു പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റാണ് നമ്മുടെ ഈ പ്ലാന്റിന് ആവശ്യം. അപ്പോൾ നമ്മുടെ ഈ പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് കട്ടിങ് ആണ് കേട്ടോ. അപ്പോൾ ചെറിയ കട്ടിങ്സ് ഇത് കണക്ക് വരുന്ന ഇങ്ങനെ നീണ്ടു വരുന്ന ആ തണ്ട് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസാക്കി നമുക്ക് കട്ട് ചെയ്ത് പ്ലാന്റ് ചെയ്യാം. അപ്പോൾ കട്ടിങ്സ് ആണ് നമ്മൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള പ്രൊപ്പഗേഷൻ രീതി എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ പോട്ടിംഗ് മിക്സ് ആയിട്ട് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണും ചാണകപ്പൊടിയും കുറച്ച് ചകിരിച്ചോറും, ഈ 3 സാധനങ്ങൾ മാത്രം ഇട്ടാണ് നമ്മൾ ഇതിൻ്റെ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കുന്നത്. അപ്പോൾ കുറച്ച് വെറ്റായിട്ടുള്ള മണ്ണാണ് ഇതിന് കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ഡ്രൈ ആവുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ചകിരിച്ചോറും ചാണകപ്പൊടി ഇല്ലെങ്കിൽ കമ്പോസ്റ്റ് ഏതായാലും മതി. അപ്പോൾ ഇത് ഇട്ടിട്ട് വേണം നമ്മുടെ ഇതിൻ്റെ പോട്ട് ചെയ്യാനായിട്ടുള്ള. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം ഞാൻ പോട്ട് ചെയ്തിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. അപ്പം ഒരു 3 ദിവസം ആയതേ ഉള്ളൂ, ഇതിൻ്റെ ഗ്രോത്ത് ഒന്നും ആയിട്ടില്ല. അപ്പോൾ ഞാനിത് ഇതുപോലെ വന്നിട്ടുള്ള ഒന്ന് പ്രൂൺ ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രൂൺ ചെയ്തപ്പോൾ ഇതുപോലെ കട്ടിങ്സ് വെട്ടിയത് ഞാൻ കൊണ്ടുവന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പോട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ വലിയ പോട്ടിൻ്റെ ഒന്നും ആവശ്യമില്ല. കൊച്ചു ചെടിച്ചട്ടിയിൽ വരെ നമുക്ക് നമ്മുടെ ഈ വാട്ടർമെലൺ പെല്ലോണിയാസ് വളർത്താൻ സാധിക്കും. ഞാനിത് ചെറിയൊരു നഴ്സറി പോട്ടിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞ് അധികം വലിപ്പമില്ലാത്ത ഒരു 30 റുപ്പീസിൻ്റെയൊക്കെ വരുന്ന ചെറിയ ഹാങ്ങിങ് പോട്ടിലാണ് ഞാനിത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഹാങ്ങിങ് പോട്ടിനകത്ത് തന്നെ വെക്കണമെന്നില്ല, നിലത്ത് തറയിൽ വേണമെങ്കിൽ നമുക്ക് നട്ട് പിടിപ്പിക്കാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ തറയിൽ നടുമ്പോൾ നല്ല പോലെ ഇത് പടർന്ന് അങ്ങ് പന്തലിക്കും. പെട്ടെന്ന് തന്നെ ഇത് പടർന്ന് നല്ല രീതിയിൽ ഗ്രോത്ത് വെക്കുന്നൊരു പ്ലാന്റാണ് കേട്ടോ. പിന്നെ അടുത്തതായിട്ട് ഇതിൻ്റെ വാട്ടറിങ് എന്ന് പറയുന്നത് ഒരുപാട് വെള്ളം വേണ്ട, എന്നാലും 2 നേരം നനച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. വളരെ കുറച്ചളവിൽ 2 നേരം, ഇപ്പോഴത്തെ ഈ ക്ലൈമറ്റ് കേട്ടോ ഭയങ്കര ചൂടുള്ള സമയമല്ലേ, അതുകൊണ്ട് മാത്രം 2 നേരം നമുക്ക് നനച്ചു കൊടുക്കാം. അതല്ല എങ്കിൽ മഴ സമയമൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ഒരു മണ്ണിൻ്റെ ഈർപ്പം നോക്കിയിട്ട് വേണം നമ്മൾ നനച്ചു കൊടുക്കാനായിട്ട്. ഒരുപാട് വെള്ളം ഒഴിക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഇത് നേരിട്ട് മഴയത്ത് ഇടാതിരിക്കുന്ന കേട്ടോ നല്ലത് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാനിപ്പോൾ ഒരു ഷെയ്ഡ് ആയിരുന്നു വെച്ചാൽ ഷെൽട്ടറിന് താഴെയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റും കിട്ടും, എന്നാൽ മഴയിട്ട് നനയത്തതും ഇല്ല. അപ്പോൾ ആ രീതിയിലാണ് ഞാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ എനിക്ക് കൂടുതലായിട്ട് നല്ല ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ള ആ ഒരു പോർഷനിൽ ഇടുന്നതാണ്. അപ്പോൾ ഞാൻ ആദ്യം മഴയത്ത് ഇട്ടിരുന്നപ്പോൾ എനിക്ക് ഈ അടുപ്പിച്ചുള്ള മഴ വന്നപ്പോഴത്തേക്ക് പ്ലാന്റിൽ ആ വെള്ളം ഈർപ്പം തങ്ങി നിന്നിട്ട് ചെറുതായിട്ട് അഴുകുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യാതെ ഈ ഒരു ഷെയ്ഡി പോർഷനിൽ ഇടുന്നതാണ് നല്ലത്. ഡയറക്റ്റായിട്ട് സൺലൈറ്റും അതുപോലെ തന്നെ ഡയറക്റ്റായിട്ട് മഴയും കൊള്ളാത്ത രീതിയിൽ ഹാങ് ചെയ്തിടുന്നതാണ് നല്ലത്. അപ്പം നിലത്തൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ തറയിലൊക്കെ ആണെങ്കിൽ ഡ്രൈനായ വെള്ളം നല്ലപോലെ പൊക്കോളും, കുഴപ്പമില്ല. മഴയത്ത് ഹാങ്ങിങ് പോട്ടിലിടുന്നതിൻ്റെ കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. പിന്നെ ഒരുപാട് ഇത് ഡ്രൈ ആവാനും പാടില്ല സോയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പോട്ടിംഗ് മിക്സ് ഞാൻ പറഞ്ഞ പോലെ ചെയ്യുമ്പോൾ ഈക്വൽ എമൗണ്ടിൽ മണ്ണും അതുപോലെ തന്നെ കമ്പോസ്റ്റും അല്ലെങ്കിൽ ചാണകപ്പൊടിയും, കമ്പോസ്റ്റ് അല്ലെങ്കിൽ ചാണകപ്പൊടി, പിന്നെ അതുപോലെ ചകിരിച്ചോറ്. ഈ ചകിരിച്ചോറ് മെയിനായിട്ട് ഇടുക കേട്ടോ. അപ്പം നമ്മുടെ ഈ പ്ലാന്റ് എന്ന് പറയുന്നത്
കൊടുക്കുന്നത് ഫ്ലവറിങ് ആയിട്ടുള്ളൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണെങ്കിൽ പോലും നമ്മൾ കൂടുതലും ഇതിന് കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്ന അതിൻ്റെ ലീവ്സിൻ്റെ ഭംഗി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇലകളുടെ ആ ഒരു കോമ്പിനേഷൻ ഭംഗി തന്നെയാണ് പ്ലാന്റിനെ കൂടുതൽ ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടപ്പെടാനുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നൈട്രജൻ കൂടുതൽ അടങ്ങിയുള്ള വളങ്ങളാണ് ഞാൻ കൂടുതലായിട്ട് ഇതിന് കൊടുക്കാറുള്ളത്. ഫ്ലവർ വരുമെങ്കിലും കുഞ്ഞു കുഞ്ഞു പൂക്കളായിരിക്കും. അത് മെയിനായിട്ടൊരു ഫ്ലവറിങ് പ്ലാന്റ് അല്ല ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നൈട്രജൻ വളങ്ങളാണ് കൂടുതൽ കൊടുക്കുന്നത്. അപ്പം നമ്മൾ പോട്ടിംഗ് മിക്സിനകത്ത് ചാണകമോ അല്ലെങ്കിൽ കമ്പോസ്റ്റൊക്കെ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി നമ്മൾ അങ്ങനെയാണ് നടുന്നത്. പിന്നെ മാസത്തിൽ ഒരു തവണ വീതം ഏതെങ്കിലും നൈട്രജൻ വളങ്ങൾ, ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് ചാണകത്തിൻ്റെ സ്ലറിയോ അല്ലെങ്കിൽ ഗോമൂത്രം ഏതെങ്കിലും കൊണ്ട് ചെന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. മാസത്തിൽ ഒരു തവണയൊക്കെ തന്നെ ധാരാളമായിട്ട് മതി നമ്മൾ ഈ പ്ലാന്റിന് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള വളങ്ങൾ മാത്രമാണ് ഞാനിതിന് നൽകാറുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ.